പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജാനുവരി മാസം 3-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും അനുഗ്രഹപ്രദമായി ദൈവകൃപയാൽ പരിപാലിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം. 1 Samuel chapter 3 verse 3 നാം ഇപ്രകാരം വായിക്കുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. ശമൂവേൽ പ്രവാചകനെ കുറിച്ച് അറിയാത്തവരായി ക്രൈസ്തവ ലോകത്ത് ആരും തന്നെയില്ല. നമുക്കറിയാം, എൽക്കാനയുടെയും ഹന്നയുടെയും പ്രാർത്ഥിച്ച് ലഭിക്കപ്പെട്ട പൈതലാണ്. സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനയുടെ മുൻപിൽ എങ്ങനെ ഇടപെടും എന്ന് വ്യക്തമാക്കുന്നു. നാം 1 ശമൂവേൽ 1-ാം അധ്യായം വായിക്കുമ്പോൾ ഹന്ന വന്ധ്യയായിരുന്നു. എന്നാൽ ആ ഹന്നയുടെ പ്രാർത്ഥന ഫലമായി ശമൂവേലിനെ മാത്രമല്ല, നാം തുടർന്ന് വായിക്കുന്നുണ്ട്, ശമൂവേലിനെ കൂടാതെ 3 സഹോദരന്മാരും 2 സഹോദരിമാരും ഹന്ന ജന്മം നൽകുവാൻ ഇടയായി. അപ്പോൾ ഈ നിലയിൽ ദൈവം പ്രാർത്ഥനയോടെ തന്റെ കുഞ്ഞിനെ നൽകിയപ്പോൾ ദൈവത്തിന് വേണ്ടി ശീലോവിൽ ഏലി പുരോഹിതന്റെ അടുക്കൽ സമർപ്പിച്ചു. നാം തുടർന്നുള്ള ജീവിതചര്യകൾ കാണുമ്പോൾ പുരോഹിതനായ ഏലി തന്റെ മക്കളെ വളർത്തേണ്ട വിധത്തിൽ വളർത്തുവാൻ ശാസിക്കുവാൻ വൈകിപ്പോയി. ഏറ്റവും ഹീനകരമായ ജീവിത അനുഭവത്തിൽ കൂടെ അവർ കടന്നുപോയി. ആ സ്ഥാനത്താണ് ഒരു ദൈവപുരുഷൻ വന്ന് ഏലിയോട് പറയുന്നുണ്ട്, നിന്റെ തലമുറയിൽ ഈ പൗരോഹിത്യം തരും എന്ന് പറഞ്ഞത് ദൈവം മാറ്റി തനിക്ക് വിശ്വസ്തനായ ഒരാൾക്ക് നൽകും. അങ്ങനെ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ശമൂവേൽ യഹോവയുടെ പെട്ടകം ഇരിക്കുന്ന മുറിയിൽ യഹോവയുടെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. 2025 ആദ്യ ദിനങ്ങളിലായിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ സ്നേഹത്തോടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ഭവനത്തിലെ പ്രാർത്ഥനയുടെ വിളക്ക് എങ്ങനെ നിൽക്കുന്നു? അണയപ്പെട്ടിരിക്കുകയാണോ? എണ്ണയില്ലാതിരിക്കുകയാണോ? കരിന്തിരി പുകയുകയാണോ? എന്താണ് നമ്മുടെ അവസ്ഥ? നിർഭാഗ്യവശാൽ പല ഭവനങ്ങളിലും ആ വിളക്കേ ഇല്ല. കുടുംബ പ്രാർത്ഥനകൾ നിന്നിട്ട് കാലമായി. വീട്ടിൽ കൂട്ടായ്മയോ സഭയുടെ പ്രാർത്ഥനയോ നടത്തിയിട്ട് നാളുകളായി. വലിയ വന്മാളികയൊക്കെ നമുക്കുണ്ട്. നമ്മൾ പലവിധ ഗെറ്റ് ടുഗദറൊക്കെ കൂടുന്നുണ്ട്. പക്ഷേ ഭവനത്തിൽ യാഗപീഠമില്ല, പ്രാർത്ഥനയില്ല, വിളക്കില്ല.
ഇതല്ലേ നമ്മുടെ അവസ്ഥ? ഇന്ന് ആരെങ്കിലും അങ്ങനെ എന്നെ കേൾക്കുന്നുവെങ്കിൽ ദയവായി നിങ്ങൾ നിങ്ങളുടെ പാസ്റ്ററിനെയോ അച്ഛനെയോ ശുശ്രൂഷകനെയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭവനത്തിൽ ഒരു യാഗപീഠം കെട്ടുപണി ചെയ്യണം. അവിടെ യഹോവയുടെ വിളക്ക് സദാ കത്തിക്കൊണ്ടിരിക്കണം. ആ വിളക്ക് കെടാതെ നമ്മുടെ തലമുറകളിലേക്ക് അത് പകരണം, കൈമാറണം. സാധിക്കുമോ പ്രിയമുള്ളവരെ? സാധിക്കണം. നമ്മൾ നമ്മുടെ കുടുംബ പാരമ്പര്യവും കുടുംബ ചരിത്രവും നമ്മുടെ ബാങ്ക് ബാലൻസും പ്രോപ്പർട്ടിയും ഒക്കെ അടുത്ത തലമുറയ്ക്ക് കൈമാറും, വിൽപത്രം എഴുതും. എന്നാൽ അതിനെക്കാട്ടിലൊക്കെ എത്രയോ മൂല്യമുള്ള ഈ ദൈവത്തിന്റെ വചനം എന്നെ കേൾക്കുന്ന എത്ര പേർ തലമുറയ്ക്ക് കൈമാറുന്നുണ്ട്? നിങ്ങളുടെ ഭവനത്തിലെ പ്രാർത്ഥനയുടെ വിളക്ക് കെട്ടുപോയില്ലേ? വചനത്തിന്റെ വിളക്ക് കെട്ടുപോയില്ലേ? ഇന്ന് ഒരു മടങ്ങി വരവിന് തയ്യാറാകണം. ഏലി പുരോഹിതന്റെ മക്കളായ ഹൊഫ്നിയും ഫിനെഹാസും ഈ അനുഗ്രഹിക്കപ്പെട്ട വിളക്കിന്റെ അടുക്കൽ എത്തുവാൻ കഴിഞ്ഞില്ല. അവർ ഏറ്റവും ഹീനകരമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഒരേ ദിവസം അവർ പട്ടുപോകുമെന്ന് പിതാവായ ഏലി പുരോഹിതനോട് ദൈവപുരുഷൻ നേരിട്ട് വന്ന് പറഞ്ഞു. എന്നിട്ടും ആ വലിയ ആപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ബാലനായ ശമൂവേൽ ബാലൻ നാം വായിക്കുന്നുണ്ട്, ഇതാ ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിക്കുവാൻ വിളക്ക് കെടുന്നതിന് മുൻപേ മുറിയിൽ ചെന്ന് കിടന്നു. ഏത് ഭവനത്തിൽ പ്രാർത്ഥനയുണ്ടോ, കൂട്ടായ്മയുണ്ടോ, ഉപവാസമുണ്ടോ, ദൈവവചനമുണ്ടോ, പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറ നശിക്കുകയില്ല. നിന്റെ അപ്പം വെള്ളത്തിന്മേൽ എറിയുക, ഏറിയാണ്ട് കഴിഞ്ഞാലും അത് മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. നാം 3-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ ഇതാ വിളക്ക് കെടുന്നതിന് മുൻപേ യഹോവയുടെ പെട്ടകമിരുന്ന മുറിയിൽ ചെന്ന് കിടന്നതിനാൽ 3 പ്രാവശ്യം ശമൂവേലിനെ ദൈവം വിളിക്കുന്നു. അത് തിരിച്ചറിയാൻ പറ്റാതെ ശമൂവേൽ ബാലനും ഏലി പുരോഹിതനും നിർനിമേഷരായി നിന്നു. എന്നാൽ 3-ാമത്തെ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഏലി പുരോഹിതന് കാര്യം മനസ്സിലായി. അങ്ങനെ ഏലി പുരോഹിതന്റെ ഉപദേശത്താൽ 4-ാമത്തെ പ്രാവശ്യം ദൈവം ശമൂവേൽ ബാലനെ വിളിക്കുമ്പോൾ ദൈവിക അരുളപ്പാട് കേൾക്കുവാനിടയായി. അങ്ങനെ സകല ഇടങ്ങളിലും ശമൂവേലിന്റെ പ്രവചനം എത്തുവാനിടയായി. ഹല്ലേലൂയ! അങ്ങനെ ശമൂവേൽ അനുഗ്രഹിക്കപ്പെട്ടവനായി അടുത്ത പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് ദൈവം നിയോഗിച്ചു. അതിന്റെ കാരണം തന്റെ ചെറുപ്രായത്തിൽ യഹോവയുടെ വിളക്ക് കെടുന്നതിന് മുൻപേ മാതാപിതാക്കളുടെ ഉപദേശം, പുരോഹിതന്റെ ഉപദേശം സ്വീകരിച്ച് ആ യഹോവയുടെ പെട്ടകം ഇരുന്ന മുറിയിൽ ചെന്ന് കിടന്നതാണ് കാരണം. ഈ ദൈവജനം ചുമ്മിയ ആത്മാർത്ഥതയോടെ എടുത്ത ആരെയും തള്ളിക്കളയുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. തമ്പുരാൻ ആരുടെയും കടക്കാരനല്ല. ഇസ്രായേൽ ചരിത്രത്തിൽ, വേദപുസ്തക ചരിത്രത്തിൽ ഒരേ സമയം 3 പദവി അലങ്കരിച്ച ധന്യനായ ദൈവദാസനായിരുന്നു ശമൂവേൽ. പ്രവാചകനായും ന്യായാധിപനായും പുരോഹിതനായും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുകയും ഇസ്രായേലിന്റെ ചരിത്രത്തിലെ
ഒന്നാമത്തെയും രണ്ടാമത്തെയും രാജാക്കന്മാരായ ശൗലിനെയും ദാവീദിനെയും അഭിഷേകം ചെയ്ത് വാഴിച്ച ധന്യനായ ശുശ്രൂഷകൻ. ഈ മഹത്വമേറിയ പദവിയിലേക്ക് ദൈവം ആ പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മകനെ ഉയർത്തി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാക്കളെ, പിതാക്കളെ, നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചു വിട്ടാൽ മാത്രം പോരാ, അവർ നടക്കേണ്ടുന്ന വഴിയിൽ ഉപദേശിക്കണം. ശുശ്രൂഷകളായിരിക്കുന്ന ദൈവദാസന്മാരെ, ഞാനും നിങ്ങളും നമ്മുടെ തലമുറകളെ നടക്കേണ്ട പാതയിൽ ഉപദേശിച്ച് നടത്തുകയും, ശമൂവേൽ ബാലൻ അതെ വിളക്ക് കെടുന്നതിന് മുൻപേ ആ മുറിയിൽ ചെന്ന് കിടന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വേദപുസ്തകം വായിക്കുന്നുണ്ടോ? ദിനംതോറും പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർ വിശുദ്ധ സംസർഗം കൈക്കൊള്ളുന്നുണ്ടോ? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നുണ്ടോ? ഇത് പേരൻസ് ആകുന്ന ഓരോരുത്തരും ഉറപ്പുവരുത്തണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പമുള്ളവരുണ്ട്. ഏറ്റവും പുതിയ പുതിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ, ലേറ്റസ്റ്റ് മൊബൈലും ലാപ്ടോപ്പും അങ്ങനെ അഡ്വാൻസ് ടെക്നോളജി ഒക്കെ കൊടുക്കുമ്പോൾ അവർ ദൈവവചനം വായിക്കുന്നു. വീട്ടിൽ നിന്ന് എത്ര വാക്യങ്ങൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ വിട്ട് പഠിക്കുവാനും ജോലിക്കുമായി കുഞ്ഞുങ്ങൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായി വിദേശ രാജ്യങ്ങളിലായി ഒക്കെ ആയിരിക്കുന്നു. മാസം തോറും കൃത്യമായി കാശ് അയച്ചു കൊടുക്കുന്നു. അവരുടെ ഭക്ഷണം, താമസം ഇവയെല്ലാം നാം തിരക്കുന്നു. എന്നാൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ? ദിവസം തോറും വചനം വായിക്കുന്നുണ്ടോ? അവർ പറ്റുന്ന സാഹചര്യങ്ങളിൽ ഏത് സഭയുമായിക്കോട്ടെ ആരാധന കൂടുന്നുണ്ടോ? നിങ്ങൾ ഉറപ്പ് വരുത്തുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങളുടെ കൂടെ നിന്നപ്പോൾ നിങ്ങൾ തെളിയിച്ച ആ വിളക്ക് കുഞ്ഞുങ്ങളിൽ നിന്ന് കെട്ടുപോകാതെ, അണഞ്ഞു പോകാതെ, എണ്ണ വറ്റിപ്പോകാതെ അവരത് സൂക്ഷിക്കുന്നുണ്ട് എന്ന് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. പഠിക്കുന്നതിന്റെ തിരക്ക്, ജോലിയുടെ തിരക്ക്, സമയമില്ല എന്നുള്ള തിരക്ക്, പക്ഷേ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് രാവിലെ 10 മിനിറ്റും വൈകിട്ട് 10 മിനിറ്റും ദൈവത്തിന് കൊടുത്ത് ആ വിളക്ക് കെടാതെ, കരിന്തിരി എറിയാതെ ദീപമായി കത്തുവാൻ സാധിക്കാത്ത എന്ത് തിരക്കാണ് പ്രിയമുള്ളവരെ. ഞാനും നിങ്ങളും ജീവിക്കുന്നത് അപകടമേറിയ ഒരു ലോകത്തിലാണ്, പ്രതികൂലമേറിയ ഒരു ലോകത്തിലാണ്. എന്റെയും നിങ്ങളുടെയും വിദ്യാഭ്യാസത്തിനും ജോലിക്കും ശമ്പളത്തിനും പണത്തിനും പ്രോപ്പർട്ടിക്കും കുടുംബശ്രേഷ്ഠതയ്ക്കും സോഷ്യൽ സ്റ്റാറ്റസിനും നമ്മളെ രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു ഭീകരമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സാഹചര്യത്തെ അതിജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ പിതാക്കന്മാരാൽ തെളിയിക്കപ്പെട്ട വിളക്ക് കെട്ടുപോകരുത്. അതുകൊണ്ട് എന്റെ പ്രിയ മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയുക, ഏകദേശം 2 വയസ്സ് മുതൽ അത്യാവശ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ വർത്താനം പറഞ്ഞു തുടങ്ങും. അവരെ ദൈവവചനത്തിൽ നിന്ന് നല്ല ക്രിസ്തീയ പാട്ടുകൾ നിങ്ങൾ പഠിപ്പിച്ച് ഈ സ്വർഗീയ എണ്ണ പകർന്ന് ഈ സ്വർഗീയ വിളക്ക് അവരിൽ കത്തിക്കണം. അവർ ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും വിളക്ക് കെടുവാൻ പേരൻസായി നിങ്ങൾക്ക് കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം
അനുവദിക്കരുത്. അവരുടെ വിളക്ക് കെടാതെ കത്തുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ശമൂവേൽ ബാലനോ വിളക്ക് കെടുന്നതിന് മുൻപ് യഹോവയുടെ നിയമപ്പെട്ടകം ഇരിക്കുന്ന മുറിയിൽ ചെന്ന് കിടന്നു. നമ്മുടെ കെട്ടുപോയ പ്രാർത്ഥനയുടെ വിളക്കുകൾ, ആരാധനയുടെ വിളക്കുകൾ, വചനവായനയുടെ വിളക്കുകൾ, സുവിശേഷ വേലയുടെ വിളക്കുകൾ, നിങ്ങൾക്ക് തന്ന താലന്തുകൾ, ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വിളക്കുകൾ, നിങ്ങളുടെ പണത്തിന്റെ ഒരംശം എന്ന വിളക്കുകൾ, സമയം, കഴിവ്, ആരോഗ്യം, ഇവയൊക്കെ അണയാതെ കർത്താവിന് വേണ്ടി കത്തുന്ന ജ്വലിക്കുന്ന ജ്യോതിസുകളായി പ്രകാശത്തോടെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ നിശ്ചയമായും എന്നെയും നിങ്ങളെയും മാനിക്കുന്ന, അനുഗ്രഹിക്കുന്ന, ഉയർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, ഹല്ലേലൂയ. ഏലി പുരോഹിതന്റെ മക്കളും അവരുടെ കുടുംബവും ഈ ശുശ്രൂഷ പാരമ്പര്യമായി കൊണ്ടുപോകേണ്ടിയിരുന്നവർ ഇതാ അത് ശമൂവേൽ ബാലനിലേക്ക് തമ്പുരാൻ കൊടുത്തു. ആ ശമൂവേൽ ബാലൻ ആരായി തീർന്നുവെന്ന് നാം കേട്ടുവല്ലോ. എന്നെയും നിങ്ങളെയും ഉയർത്തുവാൻ ദൈവം മതിയായവനാ. ഞാൻ വളരെ സ്നേഹത്തോടെ ഈ പ്രഭാതത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. വിദ്യാഭ്യാസം നല്ലതാണ്, നമുക്ക് വേണം, മാക്സിമം അത് നേടണം. എന്നാൽ നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ പേരുകേട്ട കുടുംബവും നിങ്ങളുടെ പാരമ്പര്യ സഭയും ഇന്ന് മുളച്ചു വന്ന സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞങ്ങളുടെ കയ്യിലാന്ന് പറയുന്ന പുതിയ സഭകളും ഏത് കോഴ്സാണെങ്കിലും എന്ത് സഭയാണെങ്കിലും, ദൈവമക്കളെ, ഇതൊന്നുമല്ല എന്നെയും നിങ്ങളെയും ഉയർത്തുന്നത്. ഇതൊന്നുമല്ല എന്നെയും നിങ്ങളെയും നടത്തുന്നതും പരിപാലിക്കുന്നതും സൂക്ഷിക്കുന്നതും. കെടാത്ത ഒരു വിളക്ക് നമ്മുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ പിതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് ഒരു 30, 40, 50 വർഷത്തിന് പുറകിൽ നമ്മുടെ വല്യപ്പച്ചന്മാർക്ക്, പിതാക്കന്മാർക്ക് വലിയ വിദ്യാഭ്യാസമോ പരിഷ്കാരങ്ങളോ നൂതന അറിവുകളോ ഒന്നുമില്ല. പക്ഷേ അവർക്ക് ദൈവത്തെ അറിയാമായിരുന്നു, ദൈവത്തിന് അവരെയും അറിയാമായിരുന്നു. ഹല്ലേലൂയ. ആ ഭവനങ്ങളിലൊക്കെ പ്രാർത്ഥനയുടെ കെടാത്ത വിളക്കുകളും ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മച്ചിമാർ, അപ്പച്ചന്മാർ ആഹാരം മുടങ്ങിയാലും എന്തെല്ലാം മുടങ്ങിയാലും പ്രാർത്ഥന മുടങ്ങുകയില്ല. ഞായറാഴ്ച ആരാധന മുടങ്ങുകയില്ല. ഞായറാഴ്ച അവർ ഒരു വിരുന്നിന് പോവുകയില്ല, വിവാഹം നടത്തുകയില്ല, മറ്റ് യാതൊരു പരിപാടിക്കും അവർ പോവുകയില്ല. വിശുദ്ധ ദിനം വിശുദ്ധമായി തന്നെ അവർ ആചരിച്ചു. നിർഭാഗ്യവശാൽ ആ വിളക്കുകൾ മുഴുവനും ഇന്ന് കെട്ടുപോയി. അതിന്റെ പരിണിത ഫലം 2025 ക്രൈസ്തവ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വേണം, ഇതിനൊരു വ്യതിയാനം വേണം, ഒരു മടങ്ങി വരവ് വേണം. ജീവജലത്തിന്റെ പ്രേക്ഷകരായ എന്റെ പ്രിയ സഹോദരങ്ങളെ, ശമൂവേൽ ബാലൻ ചെയ്തത് നമുക്ക് ചെയ്യാം, നമ്മുടെ തലമുറയിലേക്ക് പകരാം. നമ്മുടെ ദേശത്തിന് വിളക്കായി തീരട്ടെ. ഞാൻ ലോകത്തിന് വെളിച്ചമെന്ന് വിളിച്ചു പറഞ്ഞ സകല ഇരുളിനെയും കീറി മുറിച്ചുകൊണ്ട്
ഈ ഭൂമിയിലേക്ക് വചനം ജഡമായി വന്ന യേശു എന്ന ഏക വെളിച്ചം നമ്മുടെ ജീവിതങ്ങളിൽ കത്തട്ടെ, ഭവനങ്ങളിൽ കത്തട്ടെ, നമ്മുടെ സഭകളിൽ കത്തട്ടെ. ഇന്ന് എന്തൊക്കെയോ കത്തുകയാണ്. അല്ല, യേശു എന്ന കിടാവിളക്ക് നമ്മുടെ ഭവനങ്ങളിൽ, സഭകളിൽ, കൂട്ടായ്മകളിൽ, ജീവിതങ്ങളിൽ യഥാർത്ഥമായി കത്തുമ്പോൾ അവിടെ അനുഗ്രഹമുണ്ട്, അവിടെ നന്മയുണ്ട്, അവിടെ സൗഖ്യമുണ്ട്, അവിടെ വിടുതലുണ്ട്, അവിടെ ഉയർച്ചയുണ്ട്. ഇന്ന് നിങ്ങൾ ഭാരത്തിലും വേദനയിലും സങ്കടത്തിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സകല വിഷയത്തിനും മറുപടിയുണ്ട്, ഉത്തരമുണ്ട്, ഒരു വലിയ വിജയമുണ്ട് പ്രിയമുള്ളവരെ. ആയതിനാൽ ശമൂവേൽ ബാലന്റെ ആ നല്ല മാതൃക നമുക്കും പിന്തുടരാം. അതിന് നമ്മെ തന്നെ ആ പൊന്നു പാദാന്തികെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഒരുക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ സൃഷ്ടിതാവും ഉടയവനും പരിപാലകനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു ബാലനായ ശമൂവേൽ ദൈവസന്നിധിയിൽ ചെയ്ത ഉദാത്തവും മഹത്വമേറിയ ഒരു മാതൃക ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. നാളുകളായി ആത്മീയ പാരമ്പര്യം പറയുന്നതല്ലാതെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ആ വിളക്ക് കെട്ടുപോയി, അണഞ്ഞുപോയി. ഞങ്ങളിത് കത്തിക്കുവാൻ ശ്രമിച്ചിട്ടില്ല. ഇന്ന് ഞങ്ങളത് പാടെ മറന്നുപോയി. എന്നാൽ ഇന്ന് ഒരു മടങ്ങി വരവിന് ഇടയാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും ഭവനങ്ങളിലും സഭകളിലും ഈ സ്വർഗീയ വിളക്ക് കെടാതെ സൂക്ഷിക്കുവാൻ, അത് കർത്താവിന്റെ വരവ് വരെ തലമുറകളിലേക്ക് കൈമാറുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളെ ഒരുക്കണമേ. ഇന്ന് ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച ഇതിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ശമൂവേൽ ബാലൻ ചെയ്ത ഈ വലിയ ധന്യമായ മാതൃക നമുക്കും പിന്തുടരാം. നമ്മുടെ വിളക്ക് കെട്ടത് അറിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളത് ഓർക്കുന്നു പോലുമില്ല. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അണഞ്ഞുപോയത്, കെട്ടുപോയത്? ഇന്നത് പുനരാരംഭിക്കാം. അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഉയർത്തപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.